ഏതൊരു അച്ഛനമ്മയും നമ്മുടെ മക്കൾക്ക് സംഭവിച്ചു കൂടാന്ന് വിചാരിക്കുന്ന കാര്യം നമ്മുടെ മാധവന് സംഭവിച്ചത്. ഞാൻ ഇന്നലെ എനിക്ക് ബാങ്കിൽ പോകണം കാരണം മാധവനെ അപ്പുറത്തെ വീട്ടിലാക്കിയിട്ട് പോകുന്നുണ്ടായി. അവര് ഉണ്ണി കുട്ടനെ എൻ്റെ മോൻ സ്വന്തം ചേട്ടനായിട്ടല്ലേ കാണുന്നുണ്ടായി. മോളെ നമ്മുടെ മോളെ ചേട്ടാ നമ്മളിങ്ങനെ ഇരുന്നാ മതിയാ. അവനിതൊരു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണ്ട. പിന്നെന്തിട്ട് ചെയ്യാ നമ്മള്? ശരിയാവില്ല. നമ്മുടെ മോളെ എല്ലാരും കൂടി ഒരു പ്രദർശനാവസ്ഥ പോകും. അത് നടക്കില്ല മോളെ, നടക്കില്ല. കുറെ എണ്ണം ജയിലിൽ എടുക്കുന്നുള്ള തീറ്റി പറ്റിട്ട് അതിന് പൊക്കെ ദൈവം കൊടുത്തു. അവന് ദൈവമുണ്ടല്ലോ. സഹിക്കാൻ നമ്മളെ മോളെ ഇതുപോലെ ചെയ്തിട്ട് അവൻ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോണ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റും ചേട്ടാ. ചേട്ടൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ജയിലിൽ പോലും ഞാൻ ജയിലിൽ പോലും കുഴപ്പമില്ല. എന്റെ മക്കളെ എന്റെ മോളെ ഇങ്ങനെ ചെയ്തേന് അവര് ദൈവം കൊടുക്കൂടി, ദൈവം കൊടുക്കും. നമ്മുടെ മോൾക്ക് ഈ ഒരു അവസ്ഥ വന്നത് ദൈവം കൊടുക്കുന്നു. നീ ഇങ്ങനെയൊന്നും ശരിയാവില്ല. നീ മാധവന്റെ അടുത്ത് പോയിരുന്നേ. ഇപ്പോഴെല്ലാം അവളുടെ അടുത്ത് എല്ലാരും വേണ്ടത്. നമ്മുടെ മോളുടെ അവസ്ഥ കൊണ്ട് ഇനി സഹിക്കാൻ പറ്റില്ലേ. ചേട്ടൻ പറഞ്ഞു ഇനി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണ്ട, ദൈവം കൊടുത്തോളുന്ന് എന്ന് വിചാരിച്ചിരിക്കാനാണോ ചേട്ടൻ്റെ പ്ലാൻ? നമുക്കിപ്പോ ഒരു മോൾക്ക് ഇങ്ങനെ സംഭവിച്ചു, വേറൊരു രണ്ടാമത്തെ ഒരു പൊടി മോള് കൂടി നമുക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എന്ത് വിശ്വസിച്ച് ഇവരൊക്കെ പുറത്തേക്ക് വിടാം? നമ്മുടെ മോൾക്കും ഇത് പറ്റി. ഇനി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നീ പറയുന്നതൊക്കെ ശരിയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയില് കണ്ടില്ലേ ജയിലിൽ എത്ര പേരെ തീറ്റിപ്പറ്റണം നല്ല ആവശ്യമാണ്. അതുപോലെ അവനെ തീറ്റിപ്പറ്റണ ഈ സാധനം പുറത്തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ മീഡിയക്കാരെ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ക്ലാവിന്റെ ഭാവി പിന്നെ എന്തായിരിക്കും? ഇതൊന്നും ചിന്തിക്കാണ്ടൊന്നും പറയില്ലേ. തൽക്കാലം നമ്മ മാത്രമല്ല അറിഞ്ഞോളൂ, അതങ്ങനെ പോട്ടെ. ബാക്കിയൊക്കെ അവന് ദൈവം കൊടുത്തോളൂ. അത്രയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടൻ പറയുന്നത് ശരി തന്നെയാ. അല്ല ചേട്ടാ, ഇന്നലെ മാധുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ചേട്ടൻ പുറത്തേക്ക് പോയിട്ട് നേരം വൈകിട്ടാലോ വന്നേ? അങ്ങോട്ട് പോയേ? കുറച്ച് പണികളുണ്ടായിരുന്നു, അത് തീർക്കാൻ വേണ്ടി പോയതാ. അതെ, ഫോൺ അടിക്കണ്ടല്ലോ. അപ്പുറത്തെ വീട്ടിലെ വലിയമ്മ വിളിക്കണ്ടല്ലോ ചേട്ടാ. ഹലോ. മാധുവിന് കുഴപ്പമില്ല, ഞാൻ അവൾക്ക് ചെറുതായിട്ട് പനിയായിട്ട് കൊണ്ടുവന്നതാ. അതെ, ആര്? ഉണ്ണിക്കുട്ടനാ? ഇന്നലെ രാത്രിയാ? അതെ. അറിഞ്ഞില്ലേ, ഇപ്പോഴറിഞ്ഞേ. ശരി ശരി ചേട്ടാ. ഒരു സന്തോഷ വാർത്ത, നമ്മുടെ മോള് ഈ അവസ്ഥയിലാക്കിയപ്പോൾ മരിച്ചു. ആളെ വിളിച്ചു പറഞ്ഞതാ. അവ ആത്മഹത്യ കെട്ടി തൂങ്ങി മരിച്ചു. ശരിക്കും പറയുകയാണെങ്കിൽ അവൻ ഇഞ്ചിഞ്ചായിട്ട് മരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷെ കുഴപ്പമില്ല, നമ്മളെ ഈ മോളെ ഈ അവസ്ഥയിലാക്കിയിട്ട് അവൻ ജയിലിൽ പോയിട്ട് ഓടില്ലാന്ന് കൊണ്ട് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ മുന്നിൽ കൂടെ ചിരിച്ചു നടക്കണേറ്റും ഭേദമല്ലേ. അവൻ്റെ ജീവൻ പോയല്ലോ, അത് മതി. എനിക്ക് സന്തോഷമായി. അത് നമ്മുടെ മോൾക്ക് പറ്റിയിട്ട് മറക്കാൻ പറ്റില്ല.